നാം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ പോയത് ആരൊക്കെയാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കൊളിൻസ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര്? ഉത്തരം പ്രശാന്ത സമുദ്രം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു? ഉത്തരം മൈക്കൽ കൊളിൻസ്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിൽ ആദ്യം കാല് കുത്തേണ്ടിയിരുന്നത് താനായിരിക്കുമെന്ന് എഡ്വിൻ ആൽഡ്രിൻ കരുതിയിരുന്നതായി ജെയിംസ് ഡോണോവന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ പുസ്തകം? ഉത്തരം ഷൂട്ട് ഫോർ ദ മൂൺ. ചന്ദ്രന്റെ പേരിലുള്ള ഒരു ദിവസം ഏതാണ്? ഉത്തരം തിങ്കൾ. ചന്ദ്രൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഉത്തരം ഭൂമി. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന നാടകഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. നിലയില്ലാ കായലിൽ തുഴയില്ലാതോടുന്ന കൊച്ചുതോണി. ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? ഉത്തരം ചന്ദ്രക്കല. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹം? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ലാറ്റിൻ നാമം എന്താണ്? ഉത്തരം ലൂണ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,404 കിലോമീറ്റർ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം സെലനോളജി. ചിത്രങ്ങളിലൂടെ ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ? ഉത്തരം സെലനോഗ്രാഫി. സെലനോഗ്രാഫിയുടെ പിതാവ്? ഉത്തരം ജോഹാൻസ് റോട്ടൺ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.3 സെക്കൻഡ്. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം? ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ഭ്രമണവും പരിക്രമണവും തുല്യമായ ആകാശഗോളം? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും തുല്യമായതിനാൽ ചന്ദ്രന്റെ ഒരു വശം മാത്രമേ ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കൂ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് കാണാൻ കഴിയുന്നത്? ഉത്തരം 59%. ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ ഭാഗം ഫോട്ടോയിൽ പകർത്തിയ പേടകം? ഉത്തരം ലൂണ 3. ഒരു ചന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ്? ഉത്തരം 29.5 ദിവസം. അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാലയളവിൽ ചന്ദ്രകല വലുതാകുന്ന പ്രതിഭാസം? ഉത്തരം വൃദ്ധി. പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലയളവിൽ ചന്ദ്രകല ചെറുതായി വരുന്ന പ്രതിഭാസം? ഉത്തരം ക്ഷയം. ഒരു മാസത്തിനിടയ്ക്കുണ്ടാകുന്ന 2ാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്ന പേര്? ഉത്തരം നീലചന്ദ്രൻ. ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോട് അടുക്കുന്ന പ്രതിഭാസം? ഉത്തരം സൂപ്പർ മൂൺ.
ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കുറയുന്ന സ്ഥാനം? ഉത്തരം പെർജി. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കൂടുന്ന സ്ഥാനം? ഉത്തരം അപ്പോജി. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.38 km/s. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? ഉത്തരം 1/6. ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്രയാണ്? ഉത്തരം 81/1. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം? ഉത്തരം കറുപ്പ്. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാലാണ് ആകാശം കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. ചന്ദ്രനിൽ ഒരു സ്ഫോടനമുണ്ടായാൽ ഭൂമിയിൽ ആ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ടാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം? ഉത്തരം സിലിക്കൺ. ഭൂമിയിലില്ലാത്തതും ചന്ദ്രനിൽ കണ്ടെത്തിയതുമായ രാസസംയുക്തം? ഉത്തരം ക്രീപ്പ്. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര്? ഉത്തരം റിഗോലിത്. ചന്ദ്രനിലെ നിരപ്പുള്ളതും പഴക്കം കുറഞ്ഞതുമായ പ്രദേശം? ഉത്തരം മരിയ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം ടെറേ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ നിറഞ്ഞ പ്രദേശം? ഉത്തരം ഹൈലാൻഡ്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം? ഉത്തരം ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം? ഉത്തരം അരിസ്റ്റാർക്ക്. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം? ഉത്തരം ബെയ്ലി ഗർത്തം. ഏത് ആകാശഗോളത്തിലെ ഗർത്തങ്ങൾക്കാണ് ഭാരതീയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിട്ടുള്ളത്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിലെ ഏറ്റവും വലിയ പർവ്വതനിര? ഉത്തരം മോൺസ് റോഗ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം? ഉത്തരം മോൺസ് ഹാഗൻസ്. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്ര ദൗത്യം? ഉത്തരം ലൂണ. ചന്ദ്രനെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം? ഉത്തരം ലൂണ 10. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം? ഉത്തരം ലൂണ 2. ചന്ദ്രനിൽ നിന്നും മണ്ണും പാറക്കഷ്ണങ്ങളും ഭൂമിയിൽ എത്തിച്ച പേടകം? ഉത്തരം ലൂണ 16. അമേരിക്കയുടെ ചാന്ദ്ര ദൗത്യം? ഉത്തരം അപ്പോളോ. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനെ വലം വെച്ച ആദ്യ പേടകം? ഉത്തരം അപ്പോളോ 8. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച വാഹനം? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 നിയന്ത്രിച്ചിരുന്ന വ്യക്തി? ഉത്തരം മൈക്കൽ കൊളീൻസ്. അപ്പോളോ 11നെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ സഹായിച്ച ചെറുവാഹനം? ഉത്തരം ഈഗിൾ. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ വ്യക്തി? ഉത്തരം അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. മാഗ്നിഫിസന്റ് ഡിസൊലേഷൻ, ദ ലോങ് ജേർണി ഹോം, ഫ്രം ദ മൂൺ, മെൻ ഫ്രം എർത്ത് എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം.
മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി? ഉത്തരം വി ഗിരി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഉത്തരം റിച്ചാർഡ് നിക്സൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? ഉത്തരം അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി? ഉത്തരം യൂജിൻ സെർനാൻ. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ചന്ദ്രാവകാശ കരാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മൂൺ ട്രീറ്റി. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏതു രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്? ഉത്തരം ഹൈഡ്രോക്സിൻ രൂപത്തിൽ. ഹൈഡ്രോസിൽ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും. ചന്ദ്രനിലെ ഒരു ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും? ഉത്തരം 32 ഔൺസ്. ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 50 ലക്ഷം ടൺ. ചാന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം? ഉത്തരം ചന്ദ്രവാഹനം. ലോകത്തിലെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം? ഉത്തരം ചന്ദ്രനിലെ ഹീലിയം 3. ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന ചന്ദ്രയാന്റെ സുപ്രധാന കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത് ഏത് ജേണലിലൂടെയാണ്? ഉത്തരം ശാസ്ത്ര ജേണൽ സയൻസിലൂടെ. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി. ചന്ദ്രനിലെ ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ചന്ദ്രൻ ആന്തോളനം ചെയ്യുന്നത് പോലെ തോന്നുന്നതിനെ ലിബറേഷൻ എന്ന് പറയുന്നു. ചന്ദ്രനും സൂര്യനും എല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണെന്ന് സമർത്ഥിക്കുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരായിരുന്നു? ഉത്തരം ഗ്രീക്ക് ചിന്തകനായിരുന്ന അനക്സിഗോരാസ്. ചന്ദ്രന്റെ ചിത്രങ്ങളിൽ പ്രകാശമാനമായ ഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ടെറേ. ചന്ദ്രഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചാന്ദ്രഗ്രഹണം. സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുന്നതിനാൽ ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്നതാണ് സൂര്യഗ്രഹണം. ചന്ദ്രനിലെ പകൽ സമയത്തെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിലെ രാത്രിയിലെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം -173 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിൽ വെച്ച് ഗലീലിയുടെ തൂവലും ചുറ്റികയും എന്ന സിദ്ധാന്തം ചെയ്തു നോക്കിയത് ആരാണ്? ഉത്തരം അപ്പോളോ 15 മിഷൻ കമാൻഡർ ആയിരുന്ന ഡേവിഡ് സ്കോട്ട്. ലാസ്റ്റ് മാൻ ഓൺ ദ മൂൺ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം യൂജിൻ സെർനാൻ. ചന്ദ്രനിൽ നിന്ന് രാത്രിയിൽ നോക്കിയാൽ നക്ഷത്രങ്ങളെ ഭൂമിയിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ വ്യക്തമായി കാണാനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിലെ രാത്രി ഭൂമിയിൽ ഉള്ളതിനേക്കാൾ 4 ഇരട്ടി ഇരുണ്ടതാണ്. ദ്രവരൂപത്തിലുള്ള ചന്ദ്രന്റെ പുറം ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം മാഗ്മ സമുദ്രം. ഭൂമിക്കും ചന്ദ്രനും ഗോളാകൃതിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ചന്ദ്രൻ ഒരു വർഷത്തിൽ എത്ര തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നു?
ഉത്തരം 13. ചന്ദ്രനിൽ പരുത്തിച്ചെടി മുളപ്പിച്ച ദൗത്യം. ഉത്തരം ചാങ്-ഇ-4. ചന്ദ്രനിൽ പോയി തിരിച്ചെത്തിയ ബഹിരാകാശ സഞ്ചാരികളെ എത്ര ദിവസമാണ് ക്വാറന്റൈൻ ചെയ്തത്? ഉത്തരം 21 ദിവസം. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം. ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ആദ്യമായി നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം അമേരിക്ക. ചന്ദ്രനിൽ എത്തിയ ഏക ശാസ്ത്രജ്ഞൻ. ഉത്തരം ഹാരിസ് എച്ച് മേൽ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ആരംഭിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ ഗേറ്റ്വേ. എഡ്വിൻ ആൽഡ്രിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ഗംഭീരമായ ഒറ്റപ്പെടൽ. ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം. ഉത്തരം ചന്ദ്രൻ. വലിപ്പത്തിൽ സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ എത്രാം സ്ഥാനത്താണ് ചന്ദ്രനുള്ളത്? ഉത്തരം 5. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഫോബോസ്. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പേടകം. ഉത്തരം ലൂണ 2. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ പേടകം. ഉത്തരം ലൂണ 9. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.4 km/s. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിൽ കാണുന്ന കറുത്ത പാടുകൾ എന്താണ്? ഉത്തരം മരിയ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ ദൃശ്യമാകൂ. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രന് ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയം എടുക്കുന്നതിനാൽ. ചന്ദ്രനിൽ നിന്ന് മണ്ണ് ശേഖരിച്ച ആളില്ലാ വാഹനം. ഉത്തരം ലൂണ 16. എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ഗംഭീരം, ശൂന്യം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോളോ 11 ചന്ദ്രനിൽ ഇറക്കാൻ സഹായിച്ച ചാന്ദ്രവാഹനം. ഉത്തരം ഈഗിൾ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിന് പറയുന്ന പേര്? ഉത്തരം ചന്ദ്രഗ്രഹണം. 2016 അന്തരിച്ച അമേരിക്കൻ ചാന്ദ്രയാത്രികൻ ആരായിരുന്നു? ഉത്തരം എഡ്ഗർ മിച്ചൽ. 2007 ജപ്പാൻ വിക്ഷേപിച്ച ചാന്ദ്രപേടകം. ഉത്തരം കഗുയ. ചന്ദ്രനിൽ പതാക പാറിക്കുന്ന 4ാമത്തെ രാജ്യം. ഉത്തരം ഇന്ത്യ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം. ഉത്തരം ലാഡി. ഗ്രീക്ക് പുരാണങ്ങളിൽ സിയൂസിന്റെയും ലെറ്റോയുടെയും പുത്രിയാണ് ഈ കഥാപാത്രം. നായാട്ട്, വന്യജീവികൾ തുടങ്ങിയവയുടെ ദേവതയായ ഇവർ പെൺകുട്ടികളെ സംരക്ഷിക്കുകയും യുവതികൾക്ക് രോഗങ്ങൾ, രോഗശാന്തി എന്നിവ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവളുമായിരുന്നു. പ്രാചീന കാലത്തെ സപ്താത്ഭുതങ്ങളിൽ ഒന്ന് ഇവരുടെ പേരിലുള്ള ക്ഷേത്രമായിരുന്നു. ഈ കഥാപാത്രത്തിന്റെ പേര് ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കഥാപാത്രം ആരാണ്? ഉത്തരം ആർത്തമീസ്. നാസയുടെ ഇതുവരെയുള്ള ചാന്ദ്ര ദൗത്യങ്ങൾക്ക് പേര് അപ്പോളോ എന്നായിരുന്നു. ഇനി നടക്കാനിരിക്കുന്ന ദൗത്യത്തിന് ആർത്തമീസ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ഗ്രീക്ക് പുരാണത്തിലെ അപ്പോളോ ദേവന്റെ സഹോദരിയാണ് ആർത്തമീസ്. പുതിയ ദൗത്യത്തിൽ ഒരു സ്ത്രീ കൂടി ഉണ്ടാവും എന്നതിനാലാണ് പേരുമാറ്റം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളിൽ ഒരാളായ ഇദ്ദേഹം തന്റെ യഥാർത്ഥ പേര് 1980കളിൽ മാറ്റി പേരിന്റെ കൂടെ പുതുതായി ഒരു വാക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്.
ഇദ്ദേഹത്തിന്റെ സഹോദരി ബ്രദർ എന്നതിനെ തെറ്റായി ഉച്ചരിച്ച പേരാണ് അദ്ദേഹം സ്വന്തം പേരിന്റെ കൂടെ സ്വീകരിച്ചത്. ആരാണ് അദ്ദേഹം? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിലിറങ്ങിയ രണ്ടാമത്തെ വ്യക്തിയായ എഡ്വിൻ ആൽഡ്രിന്റെ സഹോദരി ബ്രദർ എന്നത് തെറ്റായി ഉച്ചരിച്ചത് ബെസർ എന്നായിരുന്നു. അതിൽ നിന്നാണ് ബെസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് മരിയൻ മൂൺ എന്നായിരുന്നു. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിലിറങ്ങിയ ആൽഡ്രിൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മനോഹരം, മനോഹരം, ഗംഭീരമായ ശൂന്യത. ആംസ്ട്രോങ്ങിനെയും ആൽഡ്രിനെയും കൂടാതെ അപ്പോളോ 11 ദൗത്യത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെയാളാണ് മൈക്കൽ കൊളിൻസ്. വാഹനം നിയന്ത്രിക്കേണ്ടിയിരുന്നതിനാൽ അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. ഇറ്റ്സ് ആൾമോസ്റ്റ് ലൈക്ക് എ പൗഡർ. ഗ്രൗണ്ട് മാസ് ഈസ് വെരി ഫൈൻ. ഐ ആം ഗോയിങ് ടു സ്റ്റെപ്പ് ഓഫ് ദ എലം നൗ. ഈ വാക്കുകൾ നമുക്ക് അത്ര പരിചയമില്ലെങ്കിലും ഇതിനുശേഷം ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ ലോക പ്രശസ്തമാണ്. ഏത് വ്യക്തി, എന്താണ് ഇതിനുശേഷം പറഞ്ഞ പ്രശസ്തമായ വാക്യം? ഉത്തരം നീൽ ആംസ്ട്രോങ്. ദാറ്റ്സ് വൺ സ്മാൾ സ്റ്റെപ്പ് ഫോർ മാൻ, വൺ ജയന്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. ഇത് മനുഷ്യന്റെ ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ ലോകമെങ്ങും പ്രശസ്തമായി. ഈഗിൾ എന്ന ചാന്ദ്രപേടകത്തിൽ യാത്ര തിരിച്ച ആംസ്ട്രോങ്, ആൽഡ്രിൻ, കൊളിൻസ് എന്നിവർ ചന്ദ്രനിൽ പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് ഇറങ്ങിയത്. തിരിച്ച് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയ അവരെ ഹോണറ്റ് എന്ന കപ്പലിൽ എത്തിച്ചെങ്കിലും 18 ദിവസത്തേക്ക് ബാഹ്യ ലോകവുമായി അടുത്തു പെരുമാറാൻ അനുവാദം നൽകില്ല. അജ്ഞാതമായ ഏതെങ്കിലും രോഗാണുക്കൾ അവരുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു ഇത്. ആദ്യമായി ചന്ദ്ര ഉപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു 1959 ചന്ദ്രന്റെ ഉപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണ് ഉണ്ടായത്. ഇതേ വർഷം തന്നെ മറ്റൊരു മനുഷ്യനിർമ്മിത ശൂന്യാകാശയാനം ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത വശത്തിന്റെ ചിത്രമെടുക്കുന്നതിൽ വിജയിച്ചു. വിജയകരവും അപകടരഹിതവുമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ യാനം എന്ന ബഹുമതി 1966 ചന്ദ്രനിലിറങ്ങിയ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിന് അവകാശപ്പെട്ടതാണ്. ഏത് പേരിലാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത്? ഉത്തരം ലൂണ. ശൂന്യാകാശത്തെ ഏതെങ്കിലും ഒരു വസ്തുവിൽ ആദ്യം സ്പർശിച്ച മനുഷ്യനിർമ്മിത ഉപകരണമാണ് ലൂണ 2. ചിത്രങ്ങൾ എടുത്തത് ലൂണ 3 ആണെങ്കിൽ 1966 ചന്ദ്രനിൽ ഇറങ്ങിയത് ലൂണ 9 ആയിരുന്നു. ജോൺസ് ജേക്കബ് ബെർസിലിയസ് 1817 കണ്ടെത്തിയ ഈ മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 34 ആണ്. മുൻപ് കണ്ടെത്തിയ ഭൂമിയുടെ പേരിൽ നാമകരണം ചെയ്ത ടെലൂറിയം എന്ന മൂലകത്തോട് സാമ്യം കാരണമാണ് അദ്ദേഹം ഈ മൂലകത്തിന് പേര് നൽകിയത്. ഏതാണ് ഈ മൂലകം? ഉത്തരം സെലീനിയം. ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് ദേവതയാണ് സെലിൻ. സെലീന, ആർത്തമീസ്, ഹെക്കാറ്റ എന്ന 3 പേരെയും ചന്ദ്രന്റെ പ്രതിരൂപങ്ങളായി ഗ്രീക്കുകാർ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും സെലിനെ ചന്ദ്രനായി തന്നെ കണക്കാക്കുന്നു. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സെലിനോളജി. സെലിൻ എന്ന പേരിന് സമാനമായ റോമൻ പേരാണ് ലൂണ. 21ാമത്തെ അമിനോ ആസിഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംയുക്തമാണ് സെലിനോസിസ്റ്റീൻ. അപ്പോളോ 6 വിക്ഷേപണങ്ങളിൽ നിന്നായി ചന്ദ്രനിൽ ഇറങ്ങിയ 12 പേരിൽ ഏറ്റവും അവസാനമായി കാലുകുത്തിയ വ്യക്തി? ഉത്തരം യൂജിൻ സെർനാൻ. അപ്പോളോ 17 എന്ന വാഹനത്തിൽ യാത്ര തിരിച്ച ഇദ്ദേഹം 1972 ഡിസംബറിലാണ് ചന്ദ്രനിലിറങ്ങിയത്. യൂജിൻ ആൻഡ്രോൺ സെർനാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അർമലോകോലൈറ്റ്, ട്രാൻക്യുലൈറ്റൈറ്റ്, പൈറോക്സെറൈറ്റ് എന്നിവ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണ്ടെത്തിയ ധാതുക്കളാണ്. ഇവയിൽ ടൈറ്റാനിയം ധാരാളമായി അടങ്ങിയ അർമൽകൊലൈറ്റ് അഗ്നിപർവ്വതങ്ങളിലും ചിലയിനം പാറകളിലുമൊക്കെ കണ്ടെത്തുകയുണ്ടായി. അർമൽകൊലൈറ്റ് എന്ന പേരിന്റെ ഉത്ഭവം എന്താണ്? 1969 ചാന്ദ്ര ദൗത്യത്തിലെ അംഗങ്ങളുടെ പേരുകളിൽ നിന്നും കടമെടുത്താണ് ഈ പേര് രൂപീകരിച്ചത്. പുരാണത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. കുബേരൻ നൽകിയ വമ്പൻ സദ്യ വയറു നിറയെ കഴിച്ച് തന്റെ വാഹനമായ എലിയുടെ പുറത്തു കയറി വരികയായിരുന്നു ഗണപതി. ആ സമയത്ത് ഒരു പാമ്പ് മുന്നിൽ വരികയും എലി പേടിച്ചോടി പോവുകയും ചെയ്തു. എലിയുടെ പുറത്തുനിന്ന് വീഴുന്ന ഗണപതി കഴിച്ചതെല്ലാം അവിടെ ഛർദ്ദിച്ചു. ഇത് കണ്ട ചന്ദ്രൻ കളിയാക്കി ചിരിച്ചെന്നും അതിൽ കുപിതനായ ഗണപതി തന്റെ കൊമ്പ് പൊട്ടിച്ച് ചന്ദ്രനെ എറിഞ്ഞെന്നുമാണ് കഥ. വിനായക ചതുർത്ഥി ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. എന്താണ് അത്? ഉത്തരം വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്നതാണ് വിശ്വാസം.
ഗണപതി അന്ന് കൊമ്പുകൊണ്ട് എറിഞ്ഞതാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കലയും ഗർത്തങ്ങളും ഉണ്ടാവാൻ കാരണം എന്ന് ഐതിഹ്യം. ഇസ്ലാമിൽ ചന്ദ്രനെ ദൈവത്തിന്റെ ഒരു ചിഹ്നമായി കണക്കാക്കുന്നു. റംസാൻ മാസത്തിന്റെ ആരംഭം, അവസാനം എന്നിവ നിർണയിക്കുന്നതിൽ ചന്ദ്രൻ പ്രാധാന്യം അർഹിക്കുന്നു. ഒട്ടേറെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പതാകകളിലും മറ്റു ചിഹ്നങ്ങളിലും അർദ്ധചന്ദ്രന്റെ രൂപം കാണാം. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് പലപ്പോഴും വ്യക്തികളുടെ പേര് നൽകാറുണ്ട്. ആയിരക്കണക്കിന് വ്യക്തികളിൽ ഭാരതവുമായി ബന്ധമുള്ള പേരുകളായ സീത, ആര്യഭട്ട, CV രാമൻ, ഹോമി ജെ ഭാവ, വിക്രം സാരാഭായ്, മേഘനാഥ് സാഹ എന്നിവയുമുണ്ട്. ഈ ബഹുമതിക്ക് അർഹനായ ആദ്യ ബോളിവുഡ് താരം ആരാണ്? ഉത്തരം ഷാരൂഖ് ഖാൻ. ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ ലൂണാർ ജിയോഗ്രഫിക് സൊസൈറ്റിയാണ് ഷാരൂഖ് ഖാന്റെ 44ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഈ പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2009 ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു. യൂജിൻ സെർനാൻ സഞ്ചരിച്ച വാഹനം? ഉത്തരം അപ്പോളോ 17. ഇതുവരെ ആകെ ചന്ദ്രനിൽ എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ബഹിരാകാശ പേടകം? ഉത്തരം ചാങ് 3. ജപ്പാന്റെ ചാന്ദ്രദൗത്യം? ഉത്തരം മൂസസ് കഗുയ. ഭൂമിയിൽ നിന്നും നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്നും നമുക്ക് ചാടാൻ കഴിയും? ഉത്തരം 6 ഇരട്ടി. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്രജീപ്പിന്റെ പേര്? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്രജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിര താമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം ജോൺ യങ്. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടത് എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ആരാണ് അത്? ഉത്തരം ബ്രഹ്മാവ്. ചന്ദ്ര ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില? ഉത്തരം പകൽ സമയത്ത് 137°C. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ഖുഷ്ബു മിർസ. ചന്ദ്രയാൻ മിഷൻ ചെക്കോട്ട് ഡിവിഷൻ എഞ്ചിനീയർ ആയിരുന്നു ഇവർ. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ജി മാധവൻ നായർ. ചന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്തായിരുന്നു? ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം ബിസ്തറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാളി തീർക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കൂബിൻ.